നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ജാനകി എവിടെ? ഓ, മനുഷ്യൻ പേടിച്ചു പോയല്ലോ. എന്ത് പണിയാ ജാനകി നീ കാണിച്ചത്? എന്തു ജ്യൂസ് കുടിച്ചതാണോ? ജാനകി, ഇത് ഞാൻ മാനസമോൾക്ക് കൊണ്ടുവന്ന് വെച്ച ജ്യൂസ് അല്ലേ? ഓയ്യോ, അതിനിപ്പോ എന്താ, ഒരു ജ്യൂസും കൂടെ ഉണ്ടാക്കിയാ പോരെ? വേണമെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കാം. അവിടെ നിക്ക്. അതിനിവിടെ ഫ്രൂട്ട്സ് വേണ്ടേ? ആകെ ഉണ്ടായിരുന്ന ഫ്രൂട്ട്സ് കൊണ്ടാ ഞാനിത് ഉണ്ടാക്കിയത്. ഇതിപ്പോ കുടിച്ചു പോയില്ലേ ജയ, ഇനി പറഞ്ഞ് തിരിച്ചെടുക്കാൻ പറ്റുമോ? അല്ലെങ്കിലും അതിഥികളെ സൽക്കരിക്കണമെന്നാണ് പ്രമാണം. എന്നെ കൊണ്ടത് പറയിപ്പിക്കരുത്. ഗർഭിണിയായ ഒരു പെണ്ണിന് വേണ്ടിയാ ഞാൻ ജ്യൂസ് തയ്യാറാക്കിയത്. ആ, ഇവിടെ ജയ കാണിച്ചത് ഒട്ടും ശരിയായില്ല ജയ. മാനസ മാത്രമല്ല ഇവിടെ ഗർഭിണിയായിട്ടുള്ളത്, ഭാവനയും ഗർഭിണിയാ. കൊടുക്കുമ്പോ രണ്ടുപേർക്കും കൊടുക്കണം. അതാണ് യഥാർത്ഥ അമ്മായിയമ്മ ചെയ്യേണ്ടത്. എന്നോട് ജ്യൂസ് ആവശ്യപ്പെടുന്നവർക്ക് മാത്രമേ ഞാൻ കൊടുക്കൂ. അല്ലാതെ പിന്നാലെ നടന്ന് ഓരോന്ന് കഴിപ്പിക്കുന്ന പരിപാടി ഞാൻ അങ്ങ് നിർത്തി. ഓ, ഇതിനെയാണ് പക്ഷാഭേദം എന്ന് പറയുന്നത് ജയെ. നീ ഒരിക്കലും ഇങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു. കാരണം ഭാവന സൂര്യയുടെ ഭാര്യയാ. ജാനകി, നീ വെറുതെ കുടുംബകലഹം ഉണ്ടാക്കരുത്. ഞാനിവിടെ ആരോടും പക്ഷാഭേദം ഒന്നും കാണിച്ചിട്ടില്ല. അയ്യോ, ഞാനിപ്പോ കണ്ടതാണല്ലോ. എന്തായാലും ഭാവന ഇതറിയണ്ട. പാവം, അവക്ക് ഇതൊക്കെ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാ. ഇനി നീ ഇവിടെ പക്ഷാഭേദം കാണിച്ച അപ്പൊ ഞാൻ സൂര്യോട് പറഞ്ഞു കൊടുക്കും. ആ, എന്തായാലും പറയാതിരിക്കാൻ വയ്യ. നല്ല ജ്യൂസ്. ആഹാ, കുറച്ചുകൂടെ ഉണ്ടാവോ എടുക്കാൻ? എന്നെ കൊണ്ടത് പറയിപ്പിക്കരുത്. ചൂടാവില്ലേ? ചോദിച്ചെന്നല്ലേ ഉള്ളൂ. അടിപൊളി.